Blackview എന്ന കമ്പനിയുടെ Blackview Bv8900 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട പല ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Blackview Bv8900 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Blackview Bv8900 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫോൺ ഓഫർ പ്രൈസിങ്ങിൽ 13,100 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ, പിന്നെ ഇവൻ 21,400 രൂപ പ്രൈസ് റേഞ്ചിലും ഇത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 7ൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാക്കി 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാം. പക്ഷേ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റഗഡ് ഫോണാണ്. റഗഡ് ഫോൺസിൽ പൊതുവേ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഈ ഒരു ഫോണിലും അതുപോലെ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ സൈഡിൽ ഷോർട്ട് കട്ട് കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റഗഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അതുമാത്രമല്ല MIL STD810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio P90 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഓഫർ പ്രൈസിംഗ് ആയിട്ടുള്ള 13,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം. പക്ഷേ ഒറിജിനൽ പ്രൈസിംഗ് ആയ 21,400 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഒരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ 8GB റാം കൊടുത്തിട്ടുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 8GB റാം വരിക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ടോട്ടൽ റാം 16GB ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ 256GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. LPDDR4Xൻ്റെ റാമും UFS സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ബാൻഡ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ എയർ ടാഗ് പോലുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് നമ്മുടെ ഡിവൈസ് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നതായിരിക്കും. വേറെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ സ്മാർട്ട് PA ബോക്സ് സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പം വളരെ ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ മെയിനായിട്ട് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 64 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇത് സാംസങ് ISOCELL GW3യുടെ സെൻസറാണ്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫർ പ്രൈസിംഗ് ആയിട്ടുള്ള 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OS എന്നുള്ള ഫീച്ചർ സാധാരണ കിട്ടാറില്ല. 21,000 രൂപ പ്രൈസ് റേഞ്ചിലും ഇത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. രണ്ടാമത് ഈ ഫോണിൽ 5 MP ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് ടെർമൽ ഇമേജിങ്ങിനൊക്കെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ടെർമൽ സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെർമൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഈ ഒരു ഫോൺ നല്ലൊരു ഫോണായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ 10,380 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പം അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അതുമാത്രമല്ല 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ USB 3.0 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് ചാർജിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് മറ്റ് ഡിവൈസുകൾ ഒരു വയർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം വെയിറ്റും തിക്നെസ്സും ആണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 398 ഗ്രാമാണ്. അപ്പം വളരെ വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ തിക്നെസ്സും വളരെ കൂടുതലാണ്. 19.8 mm ആണ് തിക്നെസ് വരുന്നത്. സാധാരണ ഫോണുകളിൽ കാണുന്നതിൻ്റെയൊക്കെ ഡബിൾ വെയിറ്റും തിക്നെസ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ റഗഡ് ഫോൺസിൽ പൊതുവേ അങ്ങനെയൊക്കെ തന്നെയാണ്. വെയിറ്റും തിക്നെസ്സൊക്കെ വളരെ കൂടാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ പ്രൈസിംഗ് വരുന്നത് $259.99 ആണ്. അതായത് 21,400 രൂപ പ്രൈസ് റേഞ്ചിൽ. ഓഫറിൽ ഈ ഫോൺ $159.99 എന്ന പ്രൈസിംഗിൽ ലഭിക്കുന്നുണ്ട്. അതായത് 13,100 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇന്ത്യൻ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം AliExpressൽ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. AliExpressൽ ഈ ഫോൺ കാണിക്കുന്നത് 23,500 രൂപ എന്ന പ്രൈസിങ്ങിലാണ്. പിന്നെ പല ചൈനീസ് ആപ്പുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിലോട്ടുള്ള ഷിപ്പിംഗ് ഉണ്ടോ എന്നുള്ളതും ഒരു ഡൗട്ടാണ്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ബാറ്ററിയുടെ കാര്യം ബെസ്റ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ടെർമൽ ഇമേജിംഗ് സെൻസർ പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. പിന്നെ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. IP68 69K റേറ്റിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ച ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനൊക്കെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ 21,400 രൂപ പ്രൈസ് റേഞ്ചിലും തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലും ബാറ്ററി സെറ്റപ്പ് ബെസ്റ്റാണ്. പ്രോസസ്സർ അത്ര മികച്ചതല്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്തായാലും Blackview Bv8900 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ വെയിറ്റും തിക്നെസ്സൊക്കെ അത്യാവശ്യം കൂടുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. എന്തായാലും Blackview Bv8900 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.